ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷനെ കുറിച്ചാണ്. ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ, ഡയഗ്നോസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ഡിഫറെന്റ് മെത്തേഡ്സ് ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ ഡിറ്റക്ട് ചെയ്യാൻ നാം യൂസ് ചെയ്യുന്നുണ്ട്. 1 fall in view method, 2 ortho-tolding method, 3 GOD-POD method. Next, collection of samples. ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് സിറം, പ്ലാസ്മ ആൻഡ് ഹോൾ ബ്ലഡ്. ഹോൾ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ബോട്ടിൽ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സ്ചർ ആൻറ്റി കോയാഗുലന്റ് യൂസ് ചെയ്യും ടു പ്രിവെന്റ് ഗ്ലൈക്കോലൈസിസ്. ഈ ആന്റി കോയാഗുലന്റ് ബ്ലഡിന്റെ ഗ്ലൈക്കോലൈസിസിനെ പ്രിവെന്റ് ചെയ്യും. ആന്റി കോയാഗുലന്റ് യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ 2 to 3 mg/ml ഓഫ് ബ്ലഡ് ആണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പെസിമെൻ കളക്ഷൻ. 3 രീതിയിലുള്ള സ്പെസിമെൻ ആണ് നാം ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷന് വേണ്ടി കളക്ട് ചെയ്യുന്നത്. 1 fasting specimen, 2 postprandial specimen, 3 random specimen. ഫാസ്റ്റിംഗ് സ്പെസിമെൻ എന്ന് പറയുമ്പോൾ കളക്റ്റഡ് ആഫ്റ്റർ ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 10 to 12 hours ഇന്റർവെല്ലിന് ശേഷം. പോസ്റ്റ് പ്രാൻഡിയൽ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം 1.5 മണിക്കൂർ 1.5 hour to 2 hours ഇന്റർവെല്ലിൽ. നെക്സ്റ്റ് റാൻഡം സ്പെസിമെൻ ആണ്. റാൻഡം സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ടൈം ഇന്റർവെൽ ഒന്നുമില്ല, എപ്പോ വേണമെങ്കിലും കളക്ട് ചെയ്യുക. ഭക്ഷണം കഴിച്ചതാണെങ്കിലും കഴിക്കാത്തതാണെങ്കിലും ഒക്കെ എപ്പോ വേണമെങ്കിലും നമുക്ക് റാൻഡം സ്പെസിമെനിൽ സ്പെസിമെൻ കളക്ട് ചെയ്യാം. ഇത്രയാണ് ബ്ലഡ് ഷുഗറിന് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷന് വേണ്ടിയിട്ട്. ഏതൊക്കെ പറഞ്ഞത്? 1 fall in view method, 2 ortho-tolding method, 3 GOD-POD method. അപ്പൊ ഇന്ന് നമ്മൾ ലാബിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്, നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് GOD-POD. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ പറയുമ്പോൾ ഇതിനൊരു ഓർഡർ ഉണ്ട്. ആദ്യം എയിം, പ്രിൻസിപ്പിൾ, റിക്വയർമെന്റ്സ്, പ്രൊസീജിയർ, കാൽക്കുലേഷൻ, നോർമൽ വാല്യൂ, റിസൾട്ട്, അതുപോലെ തന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ എയിം എന്ന് പറയുമ്പോൾ നാം എന്താണോ ഡിറ്റക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോ പിന്നെ പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിളിന് ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? GOD-POD മെത്തേഡാണ്. അപ്പൊ ഇതൊരു എൻസൈമാറ്റിക് മെത്തേഡാണ്. ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? എൻസൈമാറ്റിക് മെത്തേഡ്. അപ്പൊ നിങ്ങൾ എപ്പോ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻസൈംസിന്റെ പേര് എപ്പോ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അത് എൻഡ് ചെയ്യുക എങ്ങനെയാണ്? ലാസ്റ്റ് ASE എന്ന് വരും. അപ്പൊ ഞാനിതിൽ പ്രിൻസിപ്പിൾ പറയുമ്പോൾ ASE എന്ന് കേൾക്കുമ്പോൾ അതെന്താണ്? അതിൽ എൻസൈംസിന്റെ പേരാണ്, എൻസൈംസ് ആണ്. അപ്പൊ ഇതില് 2 എൻസൈംസ് ഉണ്ട്. GOD-POD, ഗ്ലൂക്കോസ് ഓക്സിഡേസ്, പെറോക്സിഡേസ് മെത്തേഡ്. 2 എൻഡ് ചെയ്യുന്നത് ഏതിലാണ്? ASEയിലാണ്. അപ്പൊ പ്രിൻസിപ്പിൾ, ഗ്ലൂക്കോസ് ഈസ് ഓക്സിഡൈസ്ഡ് ബൈ glucose oxidase to gluconic acid and hydrogen peroxide. ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യണത് ആരാണ്? എൻസൈം ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ആണ്. എന്നിട്ട് എന്താവും? ടു ഗ്ലൂക്കോണിക് ആസിഡ് ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ H2O2 എന്നാണ് ഇത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എൻസൈം പെറോക്സിഡേസ് സ്പ്ലിറ്റ് hydrogen peroxide to water and nascent oxygen
പെറോക്സിഡേസ് എന്ന് പറഞ്ഞ എൻസൈം എന്ത് ചെയ്യും? ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്പ്ലിറ്റ് ചെയ്യും. എന്തൊക്കെ ആയിട്ട്? H2O and O, water and nascent oxygen. The nascent oxygen combines with phenol and 4-amino antipyrine to form a red color complex. അങ്ങനെ ഈ nascent oxygen ഫീനോളും 4-amino antipyrinuമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് റെഡ് കളർ കോംപ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയാണ് പ്രിൻസിപ്പിൾ. ഇനി റിക്വയർമെന്റ്സ് ഏതൊക്കെയാ നോക്കാം. എൻസൈം പൗഡർ. ഇറ്റ് കണ്ടെയ്ൻ ഗ്ലൂക്കോസ് ഓക്സിഡേസ്, പെറോക്സിഡേസ്, 4-amino antipyrine. നെക്സ്റ്റ് ബഫർ. ഫോസ്ഫേറ്റ് ബഫർ, pH 7.4 in phenol. നെക്സ്റ്റ് ഗ്ലൂക്കോസ് സ്റ്റാൻഡേർഡ് 100 mg%. നെക്സ്റ്റ് സിറം ഓർ പ്ലാസ്മ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിയേജന്റ് പ്രിപ്പയർ ചെയ്യാം. റിയേജന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എൻസൈം പൗഡറും അതുപോലെ ഫോസ്ഫേറ്റ് ബഫറും ഉണ്ട്. അപ്പൊ ഡിസോൾവ് 1 bottle ഓഫ് എൻസൈം പൗഡർ വിത്ത് 1 bottle ഓഫ് ഫോസ്ഫേറ്റ് ബഫർ. ഇതാണ് ഏത്? നമ്മൾ GOD-POD റിയേജന്റ്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ടേക്ക് 3 ടെസ്റ്റ് ട്യൂബ് ആൻഡ് മാർക്ക് TSB. T എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്, S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്, B ബ്ലാങ്ക്. ഇനി നമ്മൾ GOD-POD റിയേജന്റ് 1 ml ഇൻ ടെസ്റ്റിൽ ഒഴിക്കുക ആദ്യം, പിന്നെ 1 ml സ്റ്റാൻഡേർഡ് ട്യൂബിൽ ഒഴിക്കുക, 1 ml ബ്ലാങ്ക് ട്യൂബിൽ ഒഴിക്കുക. ഇനി സിറം 10 microliter ഇൻ T മാർക്ക് ട്യൂബ്, അതുപോലെ സ്റ്റാൻഡേർഡ് 10 microliter ഇൻ S മാർക്ക് ട്യൂബ്. ഡിസ്റ്റിൽഡ് വാട്ടർ 10 microliter ഇൻ B മാർക്ക് ട്യൂബ്. ഇനി എല്ലാത്തിലും ഒഴിച്ചു കഴിഞ്ഞു. ഇനി മിക്സ് വെൽ ആൻഡ് ഇൻക്യുബേറ്റ് അറ്റ് 37 degree Celsius ഫോർ 15 minutes. 3 ട്യൂബും ഇൻക്യുബേറ്റ് ചെയ്യുക 37 degree Celsius 15 minutes. അതിന്റെ ശേഷം റീഡ് കളറിമെട്രിക്കലി യൂസിങ് ഗ്രീൻ ഫിൽട്ടർ 540 nanometer. ഇത്രയാണ് ഇതിന്റെ പ്രൊസീജിയർ പറയാനുള്ളത്. ഇനി കാൽക്കുലേഷൻ ആണ്. RT ഡിവൈഡഡ് ബൈ RS ഇൻറ്റു 100. ഇതാണ് കാൽക്കുലേറ്റിംഗ് ഫോർമുല. ഇനി നോർമൽ വാല്യൂ 70 to 110 mg%. FBS നോർമൽ വാല്യൂ ആണ് പറഞ്ഞത്. ഏത് നോർമൽ വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയാണ് ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ പ്രൊസീജിയറും പ്രിൻസിപ്പിളും ഒക്കെ പറയാനുള്ളത്. ഇനി ഇതിൽ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് അടുത്തത് പറയാനുള്ളത്. Increased blood sugar level above normal is called hyperglycemia and the excess sugar will be excreted in urine is called glycosuria. പിന്നെ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ കാണുന്ന കണ്ടീഷൻ നമ്മൾ മെയിൻ ആയിട്ട് പറയണത് എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ ഗ്ലാൻഡ് എക്സെട്ര. ഇതാണ് ഹൈപ്പർ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗറിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഡിക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ലെവൽ ഈസ് കോൾഡ് ഹൈപ്പോഗ്ലൈസീമിയ. എപ്പോഴൊക്കെയാണ് ഹൈപ്പോഗ്ലൈസീമിയ കാണുക? സ്റ്റാർവേഷൻ, ഹൈപ്പർ ഇൻസുലിനിസം, ഹൈപ്പോ ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ്, പിറ്റ്യൂട്ടറി ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ്. ഇത്രയാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ബ്ലഡ് ഷുഗറിൻ്റെത് പറയാനുള്ളത്. ഓക്കെ.